നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു മൈ ചാനൽ ടിപ്സ് ആൻഡ് ട്രിക്സ്. ഇന്നും ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ് ആണ്. എല്ലാ പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആണ്. കൂടാതെ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ടോപ്പിക് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് ഏതാണെന്നൊക്കെ അറിയണ്ടേ? തുടങ്ങാം. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്തിട്ട് പോണേ. എനിക്കൊന്ന് അറിയണ്ടേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന്. ഞാൻ ഇങ്ങനെ ഓരോരുത്തരോട് ഇങ്ങനെ പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുന്നേക്കാളും നിങ്ങൾ അതൊന്ന് ലൈക്ക് ചെയ്തിട്ട് പോകുമ്പോഴത്തേക്കും അതിന്റെ നമ്പർ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടെന്ന്. പിന്നെ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. നമ്മുടെ ടെലഗ്രാം ചാനൽ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടേ. തുടങ്ങാം. ആദ്യത്തേത് PSLV C54 പറ്റിയുള്ള ഫാക്ട് ആണ്. PSLV C54 2022 നവംബർ മാസം 26 നടന്ന ISROയുടെ ഒരു ദൗത്യമാണ് PSLV C54. 2022 നവംബർ മാസം 26 9 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ച ISROയുടെ ദൗത്യമാണ് PSLV C54. PSLV C54 ഡേറ്റ് എന്നാ 2022 നവംബർ മാസം 26. 2022 നവംബർ മാസം 26 9 ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിൽ എത്തിച്ച ISROയുടെ ദൗത്യമാണ് PSLV C54. ഓഷ്യൻ സാറ്റ് ശ്രേണിയിലെ മൂന്നാം തലമുറ ഉപഗ്രഹമായ EOS 06 ഉൾപ്പെടെയുള്ള ഉപഗ്രഹങ്ങളെ ഈ ഒരു ദൗത്യത്തില് ഭ്രമണപഥത്തിൽ എത്തിച്ചു. ഓഷ്യൻ സാറ്റ് ശ്രേണിയിലെ മൂന്നാം തലമുറ ഉപഗ്രഹമായ EOS 06 ഉൾപ്പെടെയുള്ള ഉപഗ്രഹങ്ങളെ ഈ ഒരു ദൗത്യത്തിൽ എന്ത് ചെയ്തു? ഭ്രമണപഥത്തിൽ എത്തിച്ചു. PSLV C54. ഇനി ഡാർട്ട് എന്ന് പറഞ്ഞാൽ സുനാമി ഡിറ്റക്ഷൻ ഡാർട്ട് അല്ല, ഇത് മറ്റൊരു ഡാർട്ടാണ്. ഡാർട്ട് ഡബിൾ ആസ്റ്ററോയിഡ് റീഡയറക്ഷൻ ടെസ്റ്റ്. റീഡയറക്ഷൻ ഇതെന്താന്ന് വെച്ചാൽ ഈ ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്ന ചിഹ്നഗ്രഹങ്ങളില്ലേ, ഈ ചിഹ്നഗ്രഹങ്ങളെയൊക്കെ വഴിതിരിച്ചു വിടാൻ, റീഡയറക്ട് ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് നാസ ആരംഭിച്ച ആദ്യത്തെ ദൗത്യമാണ് ഡാർട്ട് എന്ന ദൗത്യം. അപ്പൊ ഡാർട്ടിന്റെ ഫുൾ ഫോം എന്താണ്? ഡബിൾ ആസ്റ്ററോയിഡ് റീഡയറക്ഷൻ ടെസ്റ്റ്. ഡബിൾ ആസ്റ്ററോയിഡ് റീഡയറക്ഷൻ ടെസ്റ്റ്. ആ പേര് പോലെ തന്നെ റീഡയറക്ട് ചെയ്യുക, ഭൂമിയെ ലക്ഷ്യമാക്കി വരുന്ന ചിഹ്നഗ്രഹങ്ങളെ വഴിതിരിച്ചു വിടുക. ആരുടെ ദൗത്യമാണിത്? നാസയുടെ ദൗത്യമാണ്. ഇങ്ങനെ വഴിതിരിച്ചു വിടാൻ വേണ്ടിയിട്ടുള്ള നാസയുടെ ഫസ്റ്റ് ദൗത്യം, ആദ്യത്തെ ദൗത്യമാണ് ഏതെന്ന് പറയുന്നത്? ഈ ഡാർട്ട് എന്ന് പറയുന്നത്. ഈ ഡാർട്ട് എന്ന ദൗത്യത്തിന് പിന്നിൽ മലയാളികൾ ഉണ്ടായിരുന്നു. അവരാരൊക്കെയാ? പ്രൊഫസർ KT രമേശും ഡോക്ടർ ഹരി നായരും. പ്രൊഫസർ KT രമേശും ഡോക്ടർ ഹരി നായരും ഈ ഒരു ദൗത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ച മലയാളികളാണ്. PSLV C54 ഡാർട്ടും ഓർത്തേക്കാം. ഇനി പരീക്ഷയ്ക്ക് വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എല്ലാരും റിവിഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. SCRT പാഠപുസ്തകങ്ങൾക്ക് വേണ്ട ഇമ്പോർട്ടൻസ് കൊടുത്തോളാം. ഒരുപാട് ചോദ്യങ്ങൾ, ഒരു 60% ചോദ്യങ്ങളും നിങ്ങൾക്ക് അതിൽ നിന്ന് തന്നെ കിട്ടും. അപ്പൊ SCRT സയൻസിന് വേണ്ടിയിട്ട് നമ്മുടെ ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ ടീം ഒരു പുസ്തകം പുറത്തിറക്കിയിട്ടുണ്ട്. SCRT സയൻസ് 5 മുതൽ 10 വരെയുള്ള എല്ലാ ക്ലാസ്സുകളിലെയും എല്ലാ ചാപ്റ്റേഴ്സും PSCയുടെ മാറിയ പാറ്റേൺ രീതി അനുസരിച്ച് ന്യൂ പാറ്റേൺ രീതിയിൽ പ്രിപ്പയർ ചെയ്ത ബുക്കാണ് ദ അൾട്ടിമേറ്റ് സയൻസ് മന്ത്ര. ഓരോ ചാപ്റ്റർ ആയിട്ടാണ്, ചാപ്റ്റർ വൈസ്. ഇപ്പം 5ാം ക്ലാസ്സിലെ എല്ലാ ചാപ്റ്റേഴ്സും, 6ാം ക്ലാസ്സിലെ എല്ലാ ചാപ്റ്റേഴ്സും. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യാർത്ഥം ഓരോ ചാപ്റ്റർ ആയിട്ട് എടുത്തിട്ട് അതിനകത്ത് ന്യൂ പാറ്റേൺ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. എല്ലാം ന്യൂ പാറ്റേൺ ആണ്. പിന്നെ സമഗ്ര ക്വസ്റ്റ്യൻ പൂളിലെ ക്വസ്റ്റ്യൻസും കൂടി ആഡ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത ബുക്കാണ്. ഒരുപാട് പേര് വാങ്ങി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബുക്കാണ്. സന്തോഷം. ഇതുവരെ വാങ്ങാത്തവരുണ്ടെങ്കിലേ ഇതിന്റെ കണ്ടന്റും കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ മതി. അതിൽ ഞാൻ വീഡിയോയുടെ ലിങ്ക് കൊടുത്തേക്കാം. വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ സയൻസ് എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതി. ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ബുക്ക് അയച്ചു തരുന്നതായിരിക്കും. ഇനി 2022 ബേ ഓഫ് ബംഗാളിൽ രൂപപ്പെട്ട ഒരു ചുഴലിക്കാറ്റിനെ പറ്റിയാ പറയുന്നത്. 2022 ഡിസംബർ 6 ഈ ഒരു ചുഴലിക്കാറ്റ് രൂപമെടുത്തത് ബേ ഓഫ് ബംഗാളിൽ, ബംഗാൾ ഉൾക്കടലിൽ. ഇതിന്റെ പേരാണ് മാൻഡൂസ് എന്നാണ് ഈ ചുഴലിക്കാറ്റിന്റെ പേര്. ഈ ചുഴലിക്കാറ്റിന് ഈ പേര് നിർദ്ദേശിച്ച രാജ്യം ഏത്? UAE ആണ് ഈ ചുഴലിക്കാറ്റിന് പേര് നിർദ്ദേശിച്ചത്. മാൻഡൂസ് എന്ന വാക്കിന്റെ അർത്ഥം
നിധിപ്പെട്ടി. നിധിപ്പെട്ടി എന്നാണ് മാൻഡൂസ് എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ 2022 അവസാനത്തോടുകൂടി ഡിസംബറോടുകൂടി ബേ ഓഫ് ബംഗാളിൽ, ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റാണ് മാൻഡൂസ്. മാൻഡൂസ് എന്ന ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ആണ് UAE. മാൻഡൂസ് എന്ന വാക്കിന്റെ അർത്ഥം നിധിപ്പെട്ടി എന്നാണ്. ആദ്യത്തെ ഇത്രയും ഫാക്ട്സ് ക്ലിയർ അല്ലേ? അടുത്ത നോക്കാം. അടുത്ത പോയിന്റ് ഒരു ഓപ്പറേഷനെ പറ്റിയാണ്. ഇന്ത്യയുടെ ഒരു രക്ഷാ ദൗത്യം, ഓപ്പറേഷൻ ഗംഗ. ഈ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഈ റഷ്യ ഉക്രൈൻ യുദ്ധം നടന്ന സമയത്ത് റഷ്യയുടെ യുദ്ധപ്രഖ്യാപനത്തോടെ ഉക്രൈനിൽ കുടുങ്ങിപ്പോയ ഇന്ത്യൻ പൗരന്മാരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഇന്ത്യയുടെ രക്ഷാ ദൗത്യമായിരുന്നു ഓപ്പറേഷൻ ഗംഗ. ഓപ്പറേഷൻ ഗംഗ എന്നത് റഷ്യയുടെ യുദ്ധപ്രഖ്യാപനത്തോടെ ഉക്രൈനിൽ കുടുങ്ങിപ്പോയ ഇന്ത്യൻ പൗരന്മാരെ രക്ഷിക്കാനുള്ള ഇന്ത്യയുടെ രക്ഷാ ദൗത്യമായിരുന്നു ഏത്? ഓപ്പറേഷൻ ഗംഗ. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓപ്പറേഷൻ ഗംഗ. ഇനി നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സുപ്രധാന സംഭവമായ ചൗരി ചൗര സംഭവത്തിന് 100 വയസ്സ് തികഞ്ഞു. ചൗരി ചൗര 100ലേക്ക് എത്തിച്ചേർന്നു. 1922 ഫെബ്രുവരി മാസം 5 ഉത്തർപ്രദേശിലെ ഖൊരഗ്പൂർ ജില്ലയിലെ ചൗരി ചൗര എന്ന ഗ്രാമത്തിൽ നടന്ന ഒരു സംഭവമാണ് ചൗരി ചൗര ഇൻസിഡന്റ്. നിസ്സഹരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ജാഥ നടത്തിയിരുന്ന ജനക്കൂട്ടത്തിന് നേരെ പോലീസുകാർ വെടിയുതിർക്കുകയും അതിൽ 3 പേർ കൊല്ലപ്പെടുകയും ഈ ഒരു സംഭവത്തിൽ പ്രതിഷേധിച്ച് ജനക്കൂട്ടം പോലീസ് സ്റ്റേഷൻ, ഖൊരഗ്പൂർ ജില്ലയിലെ ചൗരി ചൗരയിലെ പോലീസ് സ്റ്റേഷൻ തീവെക്കുകയും ഈ തീവെപ്പിൽ 22 പോലീസുകാർ മരിക്കുകയും ചെയ്ത ഈ ഒരു സംഭവമാണ് ചൗരി ചൗര സംഭവം. ചൗരി ചൗര സംഭവത്തെ തുടർന്നാണ് ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെച്ചത്, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് നിർത്തിവെച്ചത്. അപ്പൊ ഈ ചൗരി ചൗര സംഭവത്തിന് 100 വയസ്സ് തികഞ്ഞു. ഓക്കെ, ഇനി ഒരു പ്രോഗ്രാമാണ്, ഒരു പദ്ധതിയാണ് 95:95:95 എന്നത്. ഈ പദ്ധതി എന്താന്ന് വെച്ചാൽ 2025 പുതിയ HIV അണുബാധിതരില്ലാത്ത കേരളം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് കേരള ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ഒരു പദ്ധതിയാണ് 95:95:95. 2025 പുതിയ HIV അണുബാധിതരില്ലാത്ത കേരളം എന്ന ലക്ഷ്യം മുന്നോട്ട് വെച്ച് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇത് 95:95:95. ഓർത്തിരിക്കണേ. ഇനി ഒരു പ്രതിമയെ പറ്റിയാ പറയുന്നത്, സ്റ്റാച്യു ഓഫ് ഇക്വാലിറ്റി. സ്റ്റാച്യു ഓഫ് ഇക്വാലിറ്റി, സമത്വത്തിന്റെ പ്രതിമ. ഇത് ഹൈദരാബാദിലെ ശംഷാബാദിൽ നിർമ്മിച്ച ഒരു പ്രതിമയാണ് സ്റ്റാച്യു ഓഫ് ഇക്വാലിറ്റി. ഈ പ്രതിമ അനാച്ഛാദനം ചെയ്തത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ്. 216 അടി ഉയരമുള്ള ഈ പ്രതിമ ലോകത്തിലെ തന്നെ ഇരിക്കുന്ന പ്രതിമകളിൽ ഏറ്റവും വലിയ 2ാമത്തെ പ്രതിമയാണ്. ഇത് ആരുടെ പ്രതിമയാണ്? ശ്രീ രാമാനുജാചാര്യ. രാമാനുജാചാര്യ ഇദ്ദേഹം ഭക്തി സന്യാസിയും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്ന രാമാനുജാചാര്യയുടെ പ്രതിമയാണ് സ്റ്റാച്യു ഓഫ് ഇക്വാലിറ്റി, സമത്വത്തിന്റെ പ്രതിമ. ഇത് സ്ഥിതി ചെയ്യുന്നത്, നിർമ്മിച്ചത് എവിടെയാണ്? ഹൈദരാബാദിലെ ശംഷാബാദിലാണ്. ഈ ഒരു പ്രതിമയുടെ ഉയരം 216 അടിയാണ്. 216 അടിയാണ്. ലോകത്തിലെ തന്നെ ഇരിക്കുന്ന പ്രതിമകളിൽ ലോകത്തിലെ തന്നെ 2ാമത്തെ വലിയ പ്രതിമയാണ് സ്റ്റാച്യു ഓഫ് ഇക്വാലിറ്റി. ഓക്കെ, ഇനി SS രാജമൗലിയുടെ ഒരു ഫാക്ട് ആണ്. ന്യൂയോർക്ക് ഫിലിം ക്രിട്ടിക്സ് സർക്കിളിന്റെ മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടിയത് SS രാജമൗലിയാണ്. ന്യൂയോർക്ക് ഫിലിം ക്രിട്ടിക്സ് സർക്കിളിന്റെ മികച്ച സംവിധായകനുള്ള പുരസ്കാരം നേടിയത് ആരാണ്? SS രാജമൗലി. ഓക്കെ, അപ്പൊ ഇത്രയും ഫാക്ട്സ് ക്ലിയർ ആണേ. അടുത്ത് നോക്കാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്, കേരളത്തില് നിരവധി പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. പ്രസന്റ്ലി ആരൊക്കെ ഏതൊക്കെ പൊസിഷനിലാണ് ഇരിക്കുന്നത് നോട്ട് ചെയ്ത് വെച്ചേക്കണം. 1-2 പേര് ഇപ്പം 2-3 ദിവസങ്ങളിലായിട്ട് മാറിയിട്ടുണ്ട്, അതും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നോക്കാം. അപ്പൊ കേരള സംസ്ഥാന ഗവർണർ ആരാണ്? നമ്മുടെ ഗവർണർ ആരാ? ആരിഫ് മുഹമ്മദ് ഖാൻ. നമ്മുടെ ഗവർണർ ആരാണ്? ആരിഫ് മുഹമ്മദ് ഖാൻ. ആരിഫ് മുഹമ്മദ് ഖാൻ. കേരള മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ
പിണറായി വിജയൻ. പിണറായി വിജയനാണ് നമ്മുടെ മുഖ്യമന്ത്രി. പ്രതിപക്ഷ നേതാവ് ആരാണ്? വി ഡി സതീശൻ. വി ഡി സതീശനാണ് പ്രതിപക്ഷ നേതാവ്. നിയമസഭാ സ്പീക്കർ ആരാണ്? എ എൻ ഷംസീർ. എ എൻ ഷംസീർ ആണ് നിയമസഭാ സ്പീക്കർ. ഡെപ്യൂട്ടി സ്പീക്കർ ആരാ? ചിറ്റയം ഗോപകുമാർ. ചിറ്റയം ഗോപകുമാർ ആണ് ഡെപ്യൂട്ടി സ്പീക്കർ. ഒന്നുകൂടെ നോക്കാം. ഗവർണർ ആരാ? ആരിഫ് മുഹമ്മദ് ഖാൻ. മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പിന്നെ നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീർ. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. ചീഫ് സെക്രട്ടറി ആരാ? വി പി ജോയി ആണ്. വി പി ജോയി ആണ് ചീഫ് സെക്രട്ടറി. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് ജസ്റ്റിസ് എസ് മണികുമാർ വിരമിക്കുന്ന സാഹചര്യത്തിൽ സുപ്രീം കോടതി കൊളീജിയം ശുപാർശ ചെയ്തത് ജസ്റ്റിസ് എസ് വി ഭട്ടിയെയാണ്. അപ്പൊ ജസ്റ്റിസ് എസ് വി ഭട്ടി ആയിരിക്കും അടുത്ത കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. എസ് വി ഭട്ടി ആര് വിരമിക്കുന്ന സാഹചര്യത്തിലാണ്? നിലവിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ ജസ്റ്റിസ് എസ് മണികുമാർ വിരമിക്കുന്ന സാഹചര്യത്തിലാണ് ഇദ്ദേഹം ജസ്റ്റിസ് എസ് വി ഭട്ടി പുതിയ ചീഫ് ജസ്റ്റിസ് ആകുന്നത്. ഇനി സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ ചെയർമാൻ ആരാണ്? പിണറായി വിജയൻ തന്നെയാണ്. നമ്മുടെ മുഖ്യമന്ത്രി തന്നെയാണ് സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ ചെയർമാൻ പിണറായി വിജയൻ. ഓക്കെ, ഇത്രയും ഇപ്പൊ തന്നെ കിട്ടിയില്ലേ? അടുത്ത പൊസിഷൻസ് നോക്കാം. സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ ചെയർമാൻ പിണറായി വിജയൻ ആണെന്ന് പറഞ്ഞു. സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ വൈസ് ചെയർമാൻ ആരാണ്? പ്രൊഫസർ വി കെ രാമചന്ദ്രൻ ആണ്. പ്രൊഫസർ വി കെ രാമചന്ദ്രൻ ആണ് സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ വൈസ് ചെയർമാൻ. വൈസ് ചെയർമാൻ. അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? കെ ഗോപാലകൃഷ്ണ കുറുപ്പാണ്. കെ ഗോപാലകൃഷ്ണ കുറുപ്പാണ് അഡ്വക്കേറ്റ് ജനറൽ. അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? കെ ഗോപാലകൃഷ്ണ കുറുപ്പാണ്. ഇനി ലോകായുക്ത. കേരള സംസ്ഥാന ലോകായുക്ത ആരാ? സിറിയക് ജോസഫ്. സിറിയക് ജോസഫ് ആണ്. ജസ്റ്റിസ് സിറിയക് ജോസഫ് ആണ് ലോകായുക്ത. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാ? എ ഷാജഹാൻ. എ ഷാജഹാൻ ആണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ഇപ്പൊ സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ വൈസ് ചെയർമാൻ ആരാണ്? പ്രൊഫസർ വി കെ രാമചന്ദ്രൻ. പ്രൊഫസർ വി കെ രാമചന്ദ്രൻ. അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? കെ ഗോപാലകൃഷ്ണ കുറുപ്പ്. കെ ഗോപാലകൃഷ്ണ കുറുപ്പ്. നമ്മുടെ കേരള സംസ്ഥാന ലോകായുക്ത ആരാ? ജസ്റ്റിസ് സിറിയക് ജോസഫ്. ജസ്റ്റിസ് സിറിയക് ജോസഫ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാ? എ ഷാജഹാൻ. എ ഷാജഹാൻ. ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആരാ? സഞ്ജയ് എം കൗൾ ആണ്. സഞ്ജയ് കൗൾ ആണ് ചീഫ് ഇലക്ട്രൽ ഓഫീസർ. ചീഫ് ഇലക്ട്രൽ ഓഫീസർ. മുഖ്യ വിവരാവകാശ കമ്മീഷണറോ? വിശ്വാസ് മേത്ത. ചീഫ് സെക്രട്ടറി ആരാ? വി പി ജോയ്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വിശ്വാസ് മേത്ത. വിശ്വാസ് മേത്ത. വിവരാവകാശം വിശ്വാസ്, രണ്ടും വായാണ്. വിവരാവകാശം വിശ്വാസ്. വിശ്വാസ് മേത്ത. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ആന്റണി ഡൊമിനിക് ആണ്. ആന്റണി ഡൊമിനിക് ആണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ. സംസ്ഥാന വനിതാ കമ്മീഷന്റെ അധ്യക്ഷ ചെയർപേഴ്സൺ ആരാണ്? പി സതീദേവി. പി സതീദേവിയാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ. കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ഡോക്ടർ എം ആർ ബൈജു. ഡോക്ടർ എം ആർ ബൈജു. ഡോക്ടർ എം ആർ ബൈജു ആണ് KPSCയുടെ ചെയർമാൻ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? എ ഷാജഹാൻ. പിന്നെ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആരാണ്? സഞ്ജയ് എം കൗൾ. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വിശ്വാസ് മെഹ്ത. വിവരാവകാശം വിശ്വാസ്, രണ്ടും വി എന്ന് ഓർത്താൽ മതി. കിട്ടിയില്ലേ? ഇനിയുണ്ട്. ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്. DGP ആരാണ്? കേരള സംസ്ഥാന അനിൽകാന്ത്. അനിൽകാന്ത് ആണ് നമ്മുടെ DGP, ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്. കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ അധ്യക്ഷൻ ചിന്ത ജെറോമിന്റെ സേവന കാലാവധി തീരുന്ന സാഹചര്യത്തിൽ ഇപ്പൊ പുതിയ അധ്യക്ഷൻ വരുവാണ്. എം ഷാജർ. എം ഷാജർ ആയിരിക്കും കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ പുതിയ അധ്യക്ഷൻ. എം ഷാജർ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ അധ്യക്ഷൻ ജസ്റ്റിസ് CK അബ്ദുൾ റഹീം ആണ്. ജസ്റ്റിസ് CK അബ്ദുൾ റഹീം. അബ്ദുൾ റഹീം. കൊച്ചി മെട്രോയുടെ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? ലോക്നാഥ് ബെഹ്റ. ലോക്നാഥ് ബെഹ്റയാണ് കൊച്ചി മെട്രോയുടെ MD, മാനേജിംഗ് ഡയറക്ടർ. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് ആരാണ്? U ഷറഫലി ആണ്.
യു ഷറഫ് അലിയാണ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ്. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് ആരാ? യു ഷറഫ് അലി. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആരാണ്? ജയേഷ് ജോർജ് ആണ്. ജയേഷ് ജോർജ് ആണ് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റ്. സ്പോർട്സ് കൗൺസിൽ ആണെങ്കിൽ ആരാണ്? യു ഷറഫ് അലി. ക്രിക്കറ്റ് അസോസിയേഷൻ ആണെങ്കിൽ ജയേഷ് ജോർജ് ആണ്. കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷൻ ആരാണ്? കെ സച്ചിദാനന്ദൻ. കെ സച്ചിദാനന്ദനാണ് കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷൻ. കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷൻ ആരാണ്? കെ സച്ചിദാനന്ദൻ. അപ്പൊ ഒന്നുകൂടെ നോക്കാം. DGP ആരാ? അനിൽ കാന്താണ്. കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? എം ഷാജർ ആണ്. ചിന്ത ജെറോമിന്റെ സേവന കാലാവധി കഴിഞ്ഞ ഒഴിവിലേക്കാണ് എം ഷാജർ കേരള സംസ്ഥാന യുവജന കമ്മീഷന്റെ അധ്യക്ഷനാകുന്നത്. KAT കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് CK അബ്ദുൾ റഹീം ആണ്. കൊച്ചി മെട്രോയുടെ മാനേജിംഗ് ഡയറക്ടർ ആരാണ്? ലോക്നാഥ് ബെഹ്റയാണ്. കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റ് ആരാണ്? യു ഷറഫ് അലി ആണ്. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് ആരാണ്? ജയേഷ് ജോർജ് ആണ്. കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷൻ ആരാണ്? കെ സച്ചിദാനന്ദൻ. ഇനി പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതെങ്കിലും ഒരു ചോദ്യം നിങ്ങൾക്ക് കിട്ടുവേ. കേരള സംഗീത നാടക അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? ചെണ്ട വിദ്വാനായ മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. ഇദ്ദേഹം ചെണ്ട വിദ്വാനാണ്. കേരള സംഗീത നാടക അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ. അങ്ങനെയാണെങ്കിൽ കേരള സംഗീത നാടക അക്കാദമിയുടെ നിലവിലെ സെക്രട്ടറി ആരാണ്? കരിവെള്ളൂർ മുരളിയാണ് നിലവിലെ സെക്രട്ടറി. നിലവിലെ ചെയർമാൻ ആരാണ്? മട്ടന്നൂർ ശങ്കരൻകുട്ടി. ഓക്കെ. അടുത്തത് കേരള ലളിതകലാ അക്കാദമിയുടെ അധ്യക്ഷൻ മുരളി ചീരോത്ത്. കേരള ഫോക്ലോർ അക്കാദമിയുടെ അധ്യക്ഷൻ OS ഉണ്ണികൃഷ്ണനാണ്. അപ്പൊ കേരള ലളിതകലാ അക്കാദമിയുടെ അധ്യക്ഷൻ ആരാണ്? കേരള ലളിതകലാ അക്കാദമിയുടെ അധ്യക്ഷൻ മുരളി ചീരോത്താണ് ലളിതകലാ അക്കാദമി. ഫോക്ലോർ അക്കാദമി ആണെങ്കിൽ OS ഉണ്ണികൃഷ്ണൻ. ഇപ്പൊ സംഗീത നാടക അക്കാദമിയുടെ ചെയർമാൻ ആരാണ്? മട്ടന്നൂർ ശങ്കരൻകുട്ടി. സെക്രട്ടറി ആരാണ്? കരിവെള്ളൂർ മുരളി. ഇനി കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആരാണ്? ചെയർമാൻ രഞ്ജിത്തും വൈസ് ചെയർമാൻ പ്രേംകുമാറും ആണ്. അപ്പൊ കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആരാണ്? രഞ്ജിത്താണ്. വൈസ് ചെയർമാൻ ആരാണ്? പ്രേംകുമാർ ആണ് വൈസ് ചെയർമാൻ. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ ആരാണ്? ഷാജി എൻ കരുൺ ആണ് ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ. ഇത് ചലച്ചിത്ര അക്കാദമിയാണ് രഞ്ജിത്ത്. ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ ആരാണ്? ഷാജി എൻ കരുണാണ്. അടുത്ത ഒരു പൊസിഷൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാ. KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ആർട്സ്, വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ ചെയർമാനായിട്ട് പുതിയതായിട്ട് നിയമിതനായത് ഹിന്ദി സംവിധായകനും തിരക്കഥാകൃത്തുമായ സയ്യിദ് അക്തർ മിർസ. അടൂർ ഗോപാലകൃഷ്ണന്റെ പകരക്കാരനായിട്ടാണ് ഇദ്ദേഹം നിയമിതനായത്. അടൂർ ഗോപാലകൃഷ്ണൻ രാജിവെച്ചതിനെ തുടർന്നാണ് സയ്യിദ് അക്തർ മിർസ KR നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സിന്റെ ചെയർമാൻ ആയത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ഹു ഈസ് ഹു ഇൻ കേരള, പ്രസന്റ്ലി ഹു ഈസ് ഹു ഇൻ കേരള എന്നുള്ളതാണ്. ഒന്ന് നേരെ നോക്കാം. ഇത് ഇന്നലെ വരെയുള്ള അപ്ഡേഷൻ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും ഒക്കെ ഞാൻ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് താഴെ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തിട്ട് പോണേ. വീണ്ടും കാണാം. ടാറ്റ, ബൈ ബൈ, താങ്ക് യു.